ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായമായ ഭക്തിയോഗത്തിലെ 17 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 18, 19 ശ്ലോകങ്ങൾ നോക്കാം. സമശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോ ശീതോഷ്ണസുഖദുഃഖേഷു സമസംഗവിവർജിതഃ. 19. തുല്യനിന്ദാസ്തുതിർമൗനീ സന്തുഷ്ടോ യേന കേനചിത് അനികേതഃ സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. ശത്രൗ ശത്രുവിലും, മിത്രേച മിത്രത്തിലും, സമഃ സമഭാവനയുള്ളവനും, തഥാ അതുപോലെ, മാന അപമാനയോ മാനത്തിലും അപമാനത്തിലും, അതായത് ബഹുമാനത്തിലും അപമാനത്തിലും, ശീതോഷ്ണ സുഖദുഃഖേഷു ശീതോഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും, സമഃ സമചിത്തത പാലിക്കുന്നവനും, കാരണം അവയെല്ലാം സമമായി കാണുന്നവനും, സംഘവിവർജിതഃ നിസ്സംഗനും, അതായത് ഒന്നിനോടും കിട്ടുപാടില്ലാത്തവനും ഒട്ടിച്ചേരലില്ലാത്തവനും, തുല്യനിന്ദാസ്തുതിഹിർ സ്തുതിയും നിന്ദയും തുല്യമായി ഗണിക്കുന്നവനും, മൗനി മൗനം പാലിക്കുന്നവനും, യേനഹ കേനചിത് സന്തുഷ്ടഃ എന്തു ലഭിച്ചാലും അതിൽ തൃപ്തിപ്പെടുന്നവനും, അതായത് കിട്ടുന്നതിൽ തൃപ്തിയുള്ളവനും, അനികേതഃ സ്വന്തമായി ഗ്രഹം പോലുമില്ലാത്തവനും, അതായത് ഒരിടത്തും സ്ഥിരമായി വസിക്കാത്തവനും, സ്ഥിരമതിർ സ്ഥിരമായ മനസ്സുള്ളവൻ അചഞ്ചലമായ മനസ്സുള്ളവനും, ഭക്തിമാൻ നരഃ ഭക്തനുമായ നരൻ, അതായത് മനുഷ്യൻ, മേ പ്രിയഃ എനിക്ക് പ്രിയനാകുന്നു. ഭഗവാന് പ്രിയരായ ഭക്തർ ആരൊക്കെയാണ്, അഥവാ ഏതെല്ലാം സ്വഭാവവിശേഷങ്ങളുള്ളവരാണ് ഭഗവാന് പ്രിയപ്പെട്ടവർ എന്നുള്ളതാണ് ഭഗവാൻ ഓരോ ശ്ലോകത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ശ്ലോകത്തിൽ ഒരു സന്യസ്തനായ ഭക്തൻ്റെ ലക്ഷണമാണ് പറഞ്ഞിരിക്കുന്നത്. ഗൃഹസ്ഥാശ്രമിയായ ഭക്തനേക്കാൾ ഉപരി ഒരു സന്യാസ ജീവിതത്തിലേക്ക് പോകുന്ന സന്യസ്തനായ ഭക്തൻ്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. ശത്രുവിലും മിത്രത്തിലും സമഭാവനയുള്ളവനും, അതായത് അദ്ദേഹത്തെ സംബന്ധിച്ച് ആരും ശത്രുക്കളുമില്ല, ആരും പ്രത്യേകിച്ച് മിത്രങ്ങളുമില്ല, രണ്ട് കൂട്ടരോടും സമഭാവനയുള്ളവനും, അതുപോലെ മാനത്തിലും അപമാനത്തിലും, അതായത് ബഹുമാനത്തിലും അപമാനത്തിലും, ആരെങ്കിലും ബഹുമാനിച്ചാലും അപമാനിച്ചാലും, അതുപോലെ ശീത ഉഷ്ണ ഭാവങ്ങൾ, ശീതം തണുപ്പായാലും ചൂടായാലും, ശീതത്തെയും ഉഷ്ണത്തെയും, സുഖദുഃഖേഷു സുഖങ്ങളിലും ദുഃഖങ്ങളിലും, സമചിത്തനും രണ്ടും ഒരുപോലെ കരുതുന്നവനും, നിസ്സംഗനും ഒന്നിനോടും സംഘമില്ലാത്തയാൾ, ഒന്നിനോടും ഒരു കെട്ടുപാടില്ലാത്തയാൾ, ഒന്നിനോടും എൻ്റേതെന്ന ഭാവം ഇല്ലാത്തയാൾ, അതാണ് നിസ്സംഗനും. സ്തുതിയും നിന്ദയും തുല്യമായി ഗണിക്കുന്നവനും, ആരെങ്കിലും സ്തുതിച്ചാലും നിന്ദിച്ചാലും അദ്ദേഹത്തിന് ഒരുപോലെയാണ്. മൗനി മൗനം പാലിക്കുന്നവനും, അതായത് അധികം സംസാരമില്ല, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവനും, യേന കേനചിത് സന്തുഷ്ടഃ എന്തു ലഭിച്ചാലും അതിൽ തൃപ്തിപ്പെടുന്നവൻ. ഇന്നത് ലഭിക്കണമെന്നും നിർബന്ധമില്ല, ലഭിച്ചാലും സന്തോഷം, ലഭിച്ചില്ലെങ്കിലും സന്തോഷം, അങ്ങനെ കിട്ടുന്നതിൽ തൃപ്തനാകുന്നവനും, സ്വന്തമായി ഗ്രഹം പോലും ഇല്ലാത്തവനും, അതായത് ഒരിടത്തും സ്ഥിരമായി തങ്ങാത്തവൻ. സന്യസ്തരായിട്ടുള്ളവരങ്ങനെയാണല്ലോ, അവർക്ക് സ്വന്തമായി വീടോ ബന്ധുക്കളോ ഒന്നുമില്ല,
അവർ വീണേടം വിഷ്ണുലോകം, എവിടെ ചെല്ലുന്നോ അവിടെ താമസം. അങ്ങനെ ഒരിടത്തും സ്ഥിരമായി തങ്ങാത്തവർ, അതായത് സ്വന്തം ഗ്രഹമൊന്നും ഇല്ലാത്തവർ. അങ്ങനെയുള്ളവരും സ്ഥിരമതിഹീർ, സ്ഥിരമായ ബുദ്ധിയുള്ളവരും, അതായത് അചഞ്ചലമായ മനസ്സുള്ളവൻ, ബുദ്ധിയുള്ളവൻ ആയിട്ടുള്ള ഭക്തിമാൻ ആയിട്ടുള്ള ഭക്തനായ മനുഷ്യൻ, അങ്ങനെയുള്ള ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അതായത് സന്യസ്തനായ ഭക്തൻ, ഭൗതിക ജീവിതത്തിൽ വ്യാപരിക്കാത്ത സന്യസ്ത ഭാവത്തിലേക്ക് പോകുന്ന, ആ മാർഗത്തിലേക്ക് പോകുന്ന ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ശത്രുക്കളിലും മിത്രങ്ങളിലും സമഭാവനയോടെ മാനാപമാനങ്ങൾ, ശീതോഷ്ണങ്ങൾ, സുഖദുഃഖങ്ങൾ, ആദരവ്, അനാദരവ്, യശസ്സ്, ദുഷ്കീർത്തി എന്നിങ്ങനെയുള്ള ദ്വന്ദ്വങ്ങളെ സമഭാവത്തോടെ കരുതുന്നവൻ. ദ്വന്ദ്വങ്ങൾ എന്ന് പറഞ്ഞാൽ വിരുദ്ധ ഭാവങ്ങളിലുള്ള രണ്ട് കാര്യങ്ങൾ: ശത്രു, മിത്രം, മാനം, അപമാനം, ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം, ആദരവ്, അനാദരവ്, യശസ്സ്, ദുഷ്കീർത്തി, ഇങ്ങനെയുള്ള പരസ്പര വിരുദ്ധങ്ങളായ അതിനെല്ലാം ഒരേപോലെ കരുതുന്നവൻ, സമഭാവനയോടെ കരുതുന്നവൻ. ഒന്നിനോടും രാഗമോ ദ്വേഷമോ ഇല്ല, ആരോടും പ്രത്യേകിച്ച് മമതയില്ല, ആരോടും ദേഷ്യവുമില്ല. ഒന്നിനോടും പ്രത്യേകിച്ച് ഇഷ്ടമില്ല, ഒന്നിനോടും ഇഷ്ടക്കേടുമില്ല. നിസ്സംഗനാണ്, സംഘമില്ലാത്തവൻ, ഒന്നിനോടും ഒട്ടിച്ചേരലില്ലാത്തവൻ. സദാ സംതൃപ്തൻ, അതുപോലെ മൗനി, അധികം സംസാരിക്കാതെ. നിസ്വൻ, നിസ്വൻ എന്ന് വെച്ചാൽ സ്വന്തമായി ഒന്നുമില്ലാത്തവൻ, ഭൗതിക സമ്പത്തുകളൊന്നും സ്വന്തമായില്ലാത്തവൻ, സ്വന്തം വാസഗ്രഹത്തോട് പോലും മമത്വചിന്തയില്ലാത്തവൻ. അതായത് ആ കെട്ടുപാടുകൾ, സ്വന്തമായി വീട് പോലും ഇല്ല, സ്ഥിരമായി ഒരിടത്തും വസിക്കുന്നുമില്ല. അങ്ങനെയുള്ള സന്യാസികൾ അങ്ങനെയാണല്ലോ. അങ്ങനെയുള്ള ഉറച്ച മനസ്സുള്ളവനായും ഒന്നിലും ചാഞ്ചലപ്പെടാത്ത ഉറച്ച മനസ്സുള്ളവനായും സദാ ഭഗവത് സേവനങ്ങളിൽ മുഴുകിയിരിക്കുന്നവനുമായ ആ മനുഷ്യൻ അഥവാ ആ വ്യക്തി, സാധകൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. ഒരു സാധകനായ, അതായത് യോഗമാർഗത്തിൽ ചരിക്കുന്ന ഭക്തൻ്റെ സ്വഭാവവിശേഷങ്ങളാണ് എങ്ങനെയുള്ളവനായിരിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരം യോഗമാർഗത്തിൽ ചരിക്കുന്ന വ്യക്തി സമൂഹത്തിന് മുന്നിൽ ഒരുപക്ഷെ ചിലപ്പോൾ നിന്ദാപാത്രമായേക്കാം, പലരും നിന്ദിച്ചേക്കാം, ചിലർ ബഹുമാനപൂർവ്വം പെരുമാറിയെന്നും വരാം. രണ്ടും ഒരേ ഭാവത്തോടെ സ്വീകരിക്കാനുള്ള മനസ്സ് ഉണ്ടായിരിക്കണം അദ്ദേഹത്തിന്, അഥവാ ഉണ്ടാകും. ഭഗവത് കാര്യങ്ങളിൽ മാത്രം താല്പര്യമുള്ള അയാൾ മറ്റു വിഷയങ്ങളിലെല്ലാം മൗനിയായിരിക്കും. വാസസ്ഥലത്തെക്കുറിച്ച് അയാൾക്ക് വ്യാകുലതയേ ഇല്ല. വീണേടം വിഷ്ണുലോകം, സദാ സംതൃപ്തനായിരിക്കും അയാൾ. കിട്ടുന്നതിൽ തൃപ്തൻ, കിട്ടിയില്ലെങ്കിലും പരാതിയില്ല. ഇങ്ങനെയുള്ളൊരു മനോഭാവം എന്നാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അയാൾ ചഞ്ചലപ്പെടുന്നില്ല. എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും തൻ്റെ ഈ മാർഗത്തിൽ നിന്ന്, ഈ വീക്ഷണത്തിൽ നിന്ന് ഒരിക്കലും അദ്ദേഹം പിന്മാറുന്നില്ല, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല. ഒന്നിനോടും പ്രത്യേകിച്ച് ഇഷ്ടമോ വെറുപ്പോ അദ്ദേഹത്തിനുണ്ടായിരിക്കില്ല. നിസ്സംഗമായ ഭാവമായിരിക്കും. ഈ ഗുണവിശേഷങ്ങളുള്ള ആളാണ് യഥാർത്ഥ സന്യസ്ത ഭക്തൻ. അങ്ങനെയുള്ളവൻ സദാ ഭഗവത് സേവനങ്ങളിൽ മഗ്നരായിരിക്കും. അവർ ഭഗവാനെന്നും പ്രിയപ്പെട്ടവരുമായിരിക്കും. ഇതാണ് ഭഗവാൻ ഈ 2 ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.